യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം വഴി അടയ്ക്കുമല്ല, വഴി തുറക്കും. അതൊരുപാട് പേരുടെ ജീവിതാനുഭവമാണ്, ഞങ്ങളുടെയൊക്കെ ഒരു സാക്ഷ്യവുമാണ്. അനേകം അനുഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളുമാണ്. ഈ വചനം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നമ്മെ തെരഞ്ഞെടുത്തതുകൊണ്ടാണ്. ദൈവം ഈ വചനം കേൾക്കുന്നവരോടാണ് പറയുന്നത്. ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അങ്ങനെ സ്വന്തമായാലൊരു പ്രത്യേകത, ദൈവം നൽകുന്ന അനുഗ്രഹത്തിന് ഞാനും നിങ്ങളും അവകാശികളായി മാറും. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ഞാനും നിങ്ങളും ആരാണ്? ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. എനിക്കൊരു കാര്യം സ്നേഹത്തോടെ പറയാനുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ നമ്മൾ ഒരുപാട് മനുഷ്യരോട് ഒത്തിരി പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം അവർ ഇങ്ങനെയൊക്കെ പറയുള്ളൂ: അയ്യോ, പാവം, കഷ്ടം, ശോ, ഇങ്ങനെയൊക്കെ അവർ പറയും. അയ്യോ, പാവമുണ്ട്, കഷ്ടമുണ്ട്, സാരമില്ല കേട്ടോ, ശരിയാവുമായിരിക്കും, വിഷമിക്കണ്ട കേട്ടോ, ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ പറയും. എന്നാൽ ഒരാൾ ദൈവസന്നിധിയിൽ കരഞ്ഞൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ദൈവം നമുക്കതിൻ്റെ മറുപടിയെ തരും, അതിനുത്തരം തരും. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമുണ്ട്. 2, പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു പ്രശ്നമോ പ്രതിസന്ധിയോ വന്നു എന്നിരിക്കട്ടെ, ഒരാൾ പോലും നമ്മളെ സഹായിക്കാൻ ഓടി വന്നില്ലേലും ഒരു കാര്യം ഉറപ്പിച്ചു: ദൈവം നമ്മളെ സഹായിക്കാൻ ഓടി വന്നിരിക്കും. നാട്ടുകാരോ കൂട്ടുകാരോ ബന്ധുക്കളോ മിത്രങ്ങളോ സുഹൃത്തുക്കളോ പണ്ട് സഹായിച്ചവരോ പണ്ട് കൂടെ നിന്നവരോ വലിയ വായിൽ വർത്താനം പറഞ്ഞവരോ ആരും നമ്മളെ സഹായിക്കാൻ ആ സമയത്ത് ഓടി വന്നില്ലേലും ദൈവം ഓടി വന്നിരിക്കും. ദൈവം അടുത്തു വന്ന് നമ്മളെ സഹായിച്ചിരിക്കും, രക്ഷിച്ചിരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് ദൈവവചനം കേൾക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 14 അധ്യായം 7 വാക്യമാണ്. വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുമുണ്ട്. ജോബ് 14:7, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ വീണ്ടും തളിർക്കും. എനിക്ക് ആ വാക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു. ഇത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറയണോ? ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ എല്ലാവർക്കും സുപരിചിതമാവില്ലേ? മുറിക്കുന്നത് എങ്ങനെയാ? വെട്ടി മുറിച്ചതിനെ ഞാൻ അത് വീണ്ടും തളിർക്കും, വീണ്ടും തളിർക്കും. നമ്മൾ പറയുന്നത് എന്നാണെന്നറിയാവോ? വെട്ട് കെട്ടി മുറിഞ്ഞതിനെ നോക്കിയിട്ട് തീർന്നു, കരിഞ്ഞു, അത് പറിച്ചു കളാ. എന്നാൽ വചനം പറയുവാണ്, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ വീണ്ടും തളിർക്കും. എന്താണ് ഈ മുറിക്കുക എന്ന് പറഞ്ഞാൽ? ഈ മുറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. നമ്മളെ ആരും വാക്കത്തിക്ക് വെട്ടിമുറിച്ച കാര്യമല്ല, വാക്കുകൾ കൊണ്ട് മുറിക്കും, ഇല്ലാ വചനങ്ങൾ കൊണ്ട് മുറിക്കും. നമ്മുടെ നന്മയെ, നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ, മക്കളുടെ ഭാവിയെ, നല്ല സ്വപ്നങ്ങളെയൊക്കെ വാക്കുകൊണ്ടിങ്ങനെ വെട്ടിയങ്ങ് മുറിക്കും. ഒരു നിമിഷം മതി വെട്ടിമുറിക്കാൻ. പക്ഷേ ഒരു കാര്യം ഓർത്തു, എന്ത് മുറിവേറ്റ ഒരാളാണേലും, ഏത് തരത്തിൽ വാക്കാലോ പ്രവൃത്തിയാലോ ജീവിതത്തിൽ മുറിവേറ്റ ഒരാൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇനി ഞാൻ എന്നാ ചെയ്യും? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഒരു വൃക്ഷത്തെ നോക്ക്, അതിന് വെട്ടേറ്റാലും അത് വീണ്ടും തളിർക്കും, അതിലൊരു തളിരുണ്ടാകും, അതിൽ വീണ്ടും അതിന്മേലൊരു വളർച്ചയുണ്ടാകും, തളിരിടും. അടുത്തതോ, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല,
അവിടെ ഒരു വാക്കുണ്ട്, പുതിയത്. ചില മുറിയപ്പെടുന്ന അനുഭവം ഉണ്ടല്ലോ, ചില പുതിയ കാര്യങ്ങൾ ഉണ്ടാകാൻ കാരണമാവും. ഞാനിങ്ങനെ ചിന്തിച്ചു, ചില വേദനകൾ നമുക്ക് വലിയ അനുഗ്രഹത്തെ കൊണ്ടുവരുന്നതാണ്. കാണുന്നവരും കേൾക്കുന്നവരൊക്കെ പറയും, തീർന്നു, ഉണങ്ങി, കരിഞ്ഞു, ഇനി കയറില്ല എന്ന് പറയും. പക്ഷേ ദൈവം അതിലൂടെ ചെയ്യുന്നതോ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നെങ്കിൽ തടാകത്തിലെ വെള്ളം പറ്റുന്നത് പോലെ നമ്മളങ്ങ് പറ്റിപ്പോകില്ല. കിണറ്റിലെ വെള്ളം പറ്റുന്നത് പോലെ നമ്മൾ പറ്റിപ്പോകില്ല. പിന്നെയോ മുറിഞ്ഞാലും വെട്ടുകിട്ടിയാലും നമ്മൾ വീണ്ടും തളർക്കും. പുതിയ ശാഖകൾ ഉണ്ടാകാൻ തുടങ്ങും. നമ്മളിങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ ഉണ്ട്. ഞാനതിങ്ങനെ ചിന്തിച്ചു. പ്രാർത്ഥന ഇതാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ സഹനങ്ങളും വേദനകളും മുറിയുന്ന അനുഭവങ്ങളും ഒരു പുതിയ അനുഗ്രഹം എനിക്ക് കിട്ടാൻ കാരണമാകണമേ. ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് പ്രാർത്ഥിച്ചോളൂ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്ന ആ വിഷമം, ആ മുറിപ്പെടുത്തുന്ന ആ വാക്ക്, ആ വർത്തമാനം, ആ പെരുമാറ്റം, എന്നോട് അങ്ങനെ ചെയ്തത്, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്, എനിക്കത് ഭയങ്കര വേദനയാണ്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചങ്കു പൊട്ടിപ്പോകുന്നവരൊക്കെ തോന്നുന്നു. അന്നേരമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്കിപ്പോൾ ഉണ്ടായ ഈ വിഷമം, ഈ സങ്കടം, ദൈവം എൻ്റെ ജീവിതത്തിൽ അതൊരു പുതിയൊരു അനുഗ്രഹം ഉണ്ടാകാൻ കാരണമാകണമേ. ബൈബിൾ പറയുന്നു, ദൈവവചനം പറയുന്നു, മുറിച്ചാലും അത് വീണ്ടും തളർക്കും, പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ പുതിയ ശാഖകൾ ഉണ്ടാകൂന്ന് അതിൻ്റെ അർത്ഥം. ഞാനിങ്ങനെ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ വെട്ടേറ്റ, മുറിവേറ്റ കുറേ അനുഭവങ്ങളുണ്ട്, ഇല്ലയോ? കുറേ സങ്കടങ്ങളുണ്ട്, മുറിവേറ്റത്. അതെല്ലാം ഇന്ന് ഓർക്കണം. അവരെന്നോട് ചെയ്തത്, ആ കല്യാണം മുടക്കിയത്, ആ സ്ഥലക്കച്ചവടം മുടക്കി, അവരെന്നെക്കുറിച്ച് നാട്ടിൽ ദേശത്ത് പള്ളിയിൽ പറഞ്ഞത്, വാട്സപ്പിൽ പ്രചരിപ്പിച്ചത്, എന്തും ആകട്ടെ, നമ്മളെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു ചിരിച്ചവർ, നമ്മൾ കേട്ടവർ, നമ്മുടെ കുടുംബം അങ്ങനെയാ, നമ്മുടെ മക്കൾ അങ്ങനെയാ, ജീവിത പങ്കാളി അങ്ങനെയാ, നമ്മളെ ആകെ കുഴപ്പിച്ചു. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, അതെല്ലാം ദൈവനാമത്തിൽ ക്ഷമിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ ആ വേദന എന്നിൽ പുതിയ ശാഖ പോലെ പുതിയൊരു അനുഗ്രഹം ഉണ്ടാകാൻ അത് മാറ്റിത്തരണമേ. പുതിയൊരു ശാഖ എന്നിൽ ഉണ്ടാകണേ. ഹല്ലേലൂയ. പുതിയതുണ്ടാകും, വീണ്ടും അടുത്തത്. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകി കെട്ടുപോയാലും, അതിൻ്റെ കുറ്റി മണ്ണിനടിയിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്. ഇന്നലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേട്ടത്, അവനെന്നെ വെള്ളത്തിലേക്ക് നയിച്ചു. ദൈവവചനമാകുന്ന വെള്ളം, അവിടെ എന്തൊക്കെ ഇവിടെ പോയി? വെട്ടേറ്റു, മുറിവേറ്റു, മണ്ണിനടിയിൽ വേര് കെട്ടുപോയി, ഇനി അത് കരിഞ്ഞു, ഉണങ്ങി പോയി, തീർന്നു, രക്ഷയില്ല എന്നെല്ലാവരും പറഞ്ഞതാ. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ, ചോട്ടിൽ ഒഴിക്കുക പോലും വേണ്ട, അതിൻ്റെ മണം, സ്മെല്ല് മതിയെന്ന്. ഗന്ധമേറ്റാൽ ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കും. ഈ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല പ്രതീക്ഷ വേണം. എന്തൊക്കെ വെട്ടോ കുത്തോ പരിക്കോ ഒക്കെ കിട്ടിയ ആളായിരിക്കും. സങ്കടപ്പെട്ടങ്ങ് ഡൗണായിട്ടിരിക്കുമായിരിക്കും. ദേഷ്യവും വിഷമവും ഒക്കെ മനസ്സിൽ തോന്നും. ഇതൊക്കെ കേൾക്കുമ്പം ഇതൊക്കെ പറ്റുന്ന കാര്യമാണെന്നൊക്കെ തോന്നും. ഇതൊക്കെ കേൾക്കുമ്പം പറയാൻ എളുപ്പമാണ്, ഇതൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പാടല്ലേ. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ, നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ വചനം കേട്ടാൽ മതി, ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു സ്പർശനം ഉണ്ടായാൽ മതി, എൻ്റെ ജീവിതം തളിരിടും, എൻ്റെ ഭാവി മനോഹരമാകും, എൻ്റെ ജീവിതം തളിരിടും, എൻ്റെ സ്വപ്നങ്ങൾ തളിരിടും. നമ്മളെ ആരൊക്കെയാ വെട്ടി ഇങ്ങനെ മരത്തോട് ചെയ്ത പോലെ വെട്ടിയത്? നമ്മുടെ ജീവിതത്തെ, സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ ഒക്കെ വെട്ടിയവരുണ്ട്, അല്ലേ? നാട്ടുകാരാകാം, ഒപ്പം കൂടിയവരാകാം, അയൽവാസിയാകാം, പ്രിയപ്പെട്ടവരാകാം, ബന്ധുക്കളാകാം. അവരോടൊന്നും പകരമോ ദേഷ്യമോ പകരത്തിന് പകരമോ വാശിക്ക് വാശിയോ അടിക്ക് അടിയോ ഇടിക്കിടിയോ കൊടുക്കാനൊന്നും തീരുമാനിക്കണ്ട. പിന്നെയോ എനിക്ക് തന്ന ആ വിഷമത്തെ
പുതിയ മരത്തിൽ പുതിയ ശാഖ പോലെ അതെന്നിലൊരു പുതിയ കൃപയുണ്ടാകാൻ കാരണമാകണമേ. എന്നിലൊരു പുതിയ ശക്തി ലഭിക്കാൻ ഇടയാകണമേ. എന്നിലൊരു സൗഖ്യത്തിൻ്റെ വരം ഉണ്ടാകാൻ കാരണമാകണമേ. എൻ്റെ ജീവിതത്തിന് അതൊരു അനുഗ്രഹത്തിന് പുതിയൊരു തളിരിടാൻ കാരണമാകണേ. പ്രാർത്ഥിക്കാതെ അതുപോലെ സംഭവിക്കും, അതതുപോലെ മാറും. ദൈവം അനുഗ്രഹിച്ചോളൂ. ഇന്നത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിച്ച് ദോഷമായിട്ടൊന്നും വരികയില്ല, അനുഗ്രഹമായിട്ടേ വരുള്ളൂ. എന്ത് വിഷമമുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ മതി. വെള്ളത്തിൻ്റെ ഗന്ധമേറ്റ് കിളിർത്ത ഏതേലും ചെടി നിങ്ങൾക്കറിയുമോ? വെള്ളത്തിൻ്റെ മണം കിട്ടിയാൽ ചെടി വളരുമോ? ചെടി വളരണമെങ്കിൽ ആ മരത്തിൻ്റെയോ ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പുറത്തെ ബക്കറ്റിലൊരു വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ഗന്ധം സ്മെല്ല് മതി മരം വളരാൻ. ഇന്നുവരെ അങ്ങനെ ഒരു പഠനമോ കണ്ടുപിടുത്തവും ഇല്ല. ഇത് ദൈവവചനമാകുന്ന വെള്ളത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഗന്ധം മതി, അതടുത്തു മതി, അതൊന്ന് കേട്ടാൽ മതി, അതൊന്ന് വിശ്വസിച്ചാൽ മതി, അതൊന്ന് ഏറ്റെടുത്താൽ മതി. ജീവിതം വെട്ടേറ്റ് മുറിഞ്ഞ മരം വീണ്ടും തളിരിടുന്നത് പോലെ ജീവിതവും തളിരിട്ട് കയറി വരും. അത്ഭുതപ്പെടുത്തും പലരെയും. പലർക്കും നിങ്ങളൊരു അത്ഭുതമായിട്ട് മാറും. പലരും നിങ്ങളെ നോക്കി അതിശയിക്കും. ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞതാ, കരിഞ്ഞു പോകുമെന്ന എല്ലാവരും പറഞ്ഞേ, ഇനി ശരിയാകലെന്ന് എല്ലാവരും പറഞ്ഞേ. പക്ഷെ പലരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഇന്നത് തളിരായി മാറിയിട്ടുണ്ട്. വളരും. നിങ്ങൾ പറഞ്ഞേ, ഞാൻ ജീവിതത്തിൽ വളരും, ഞാൻ ജീവിതത്തിൽ ഉയരും, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും, ഞാൻ ജീവിതത്തിൽ വളരും, ഞാൻ ജീവിതത്തിൽ ഉയരും, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും, ഞാൻ ജീവിതത്തിൽ വളരും, ഞാൻ ജീവിതത്തിൽ ഉയരും, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും. പറ, ഞാൻ ജീവിതത്തിൽ വളരും, ഞാൻ ജീവിതത്തിൽ ഉയരും, ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും. പ്രാർത്ഥിക്കാം. നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹമാകട്ടെ. ആഗ്രഹിക്കുന്നെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുക. നല്ല ദിവസങ്ങളായിട്ട് മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും യാത്രകളിലും തീരുമാനത്തിലും ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ഐശ്വര്യമുണ്ടാകട്ടെ. നിലനിൽക്കുന്ന ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ദൈവമേ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ. അക്ഷരാർത്ഥത്തിൽ ദൈവസ്നേഹം അനുഭവിക്കാനിടയാകട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഈ വചനം കേൾക്കുന്നവരെ അങ്ങയുടെ മഹാകരുണ കൊണ്ട് അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ. ഒരു പുതിയ വഴി തുറക്കുന്ന അനുഭവം ഞങ്ങൾക്ക് തരണമേ. വെട്ടേറ്റ ഞങ്ങളുടെ ജീവിതത്തിന് തളിരിടുന്ന ഒരു അനുഭവം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഡെയിലി ബ്ലെസ്സിങ്ങിലുള്ള പ്രാർത്ഥനയെ അങ്ങ് ഏറ്റെടുക്കണമേ. പ്രാർത്ഥനയെ അങ്ങ് ഏറ്റെടുക്കണമേ. അതിൽ പങ്കെടുക്കാൻ ധാരാളം ആളുകളെ ചേർക്കണമേ. അതിൽ പങ്കെടുക്കാൻ അങ്ങ് പ്രചോദനം കൊടുക്കണമേ. കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകാൻ, അവരുടെ ഭാവി ശോഭിക്കാൻ, അവരിലൂടെ ആ കുടുംബം ദൈവാനുഗ്രഹത്തിലെത്താൻ ഒക്കെ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം സകലതും മാറിപ്പോകട്ടെ. സമാധാനമുള്ള, സന്തോഷമുള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നല്ലൊരു ദിവസം സമയം ആശംസിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ആർക്കൊക്കെയോ ഇത് പ്രയോജനപ്പെടും. ആരുടെയൊക്കെയോ കണ്ണുനീർ തുടയ്ക്കാൻ ഇത് കാരണമാവും. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.